ഈശോയാൽ സ്നേഹിക്കപ്പെടുന്ന സൈലന്റ് റോസ് കുടുംബത്തിലെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം. അനിശ്ചിതത്വത്തിന്റെ നടുവിൽ നിൽക്കുമ്പോഴും ഞാൻ ഭയപ്പെടുന്ന നിന്ദനം എനിക്കേൽക്കുകയില്ല, കർത്താവ് എൻ്റെ കാര്യത്തിൽ വിശ്വസ്തനാണ് എന്ന് ചിന്തിക്കാനുള്ള ഒരു മനോഭാവമുള്ളവരാരും തകർന്നു പോവുകയില്ല. അന്ത്യത്താഴ സമയത്ത് ഭക്ഷിച്ചുകൊണ്ടിരിക്കെ ഈശോ പറഞ്ഞു, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങളിൽ ഒരുവൻ എന്നെ ഒറ്റിക്കൊടുക്കും. ശിഷ്യന്മാർ അത് കേട്ട് അതീവ ദുഃഖിതരായി. കർത്താവെ, അത് ഞാനല്ലല്ലോ എന്ന് ഓരോരുത്തരും അവനോട് ചോദിക്കാൻ തുടങ്ങി. എല്ലാവരുടെയും മനസ്സിൽ അത് കേട്ടപ്പോൾ വല്ലാത്തൊരു ഭയമുണ്ടായി. ഈ പറയുന്ന യൂദാസിന്റെ മനസ്സിൽ പോലും അയ്യോ, അത് ഞാനാണെന്ന് അവൻ തിരിച്ചറിഞ്ഞോ എന്നൊരു പേടിയുണ്ടായി. അതുകൊണ്ടാണ് അവൻ ചോദിച്ചത്, കർത്താവെ, അത് ഞാനല്ലല്ലോ അല്ലേ? എല്ലാവരും ഞാനല്ലല്ലോ എന്ന് ഓരോരുത്തരും ചോദിക്കുമ്പോൾ യൂദാസ് ചോദിച്ചത്, ഗുരോ, അത് ഞാനോ? അവിടുന്ന് അവനോട് രഹസ്യമായി മറുപടി പറഞ്ഞു, അത് നീ തന്നെയെന്ന്. അപ്പൊ യൂദാസിനും കാര്യം മനസ്സിലായി, തമ്പുരാനെല്ലാം അറിഞ്ഞിരിക്കുന്നുവെന്ന്. പലപ്പോഴും അപവാദം പറഞ്ഞു പരത്തുന്നവര്, അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പില് ഒരു കള്ളത്തരം ചെയ്യുമ്പോഴൊക്കെ ഏതെങ്കിലും കാരണത്തിൽ അത് എന്റെ നേരെ തിരിഞ്ഞു വരുമോ എന്ന് ഭയക്കാത്തവരായിട്ട് ആരുമില്ല. എന്നാല് ഞാൻ ഭയപ്പെടുന്ന നിന്ദനം എനിക്ക് വരത്തില്ല, കാരണം അവിടുന്ന് തന്റെ മാലാഖമാരോട് കൂടി എന്നെ പൊതിഞ്ഞു സൂക്ഷിക്കും. ഒരു കോട്ടയ്ക്കുള്ളിൽ എന്ന പോലെ അവിടുത്തെ തിരുഹൃദയത്തിൽ എന്നെ ചേർത്ത് വെക്കും എന്ന് വിശ്വാസമുള്ള മനുഷ്യര് എന്തൊക്കെ വന്നാലും സത്യത്തെ മാത്രമേ ഭയപ്പെടുകയുള്ളൂ. തന്നിലൊരു സത്യത്തിന്റെ കണികയെങ്കിലും അവശേഷിച്ചിട്ടുണ്ടെങ്കിൽ, തന്നിൽ വിശ്വാസത്തിന്റെ ഒരു ചെറിയ തിരുനാളമെങ്കിലും അണയാതെയുണ്ടെങ്കിൽ, തനിക്കുണ്ടാകുന്ന അപവാദ ശരങ്ങൾ ഓരോന്നും തകർന്നു പോകുമെന്ന് വിശ്വസിക്കുവാനുള്ള വിശ്വാസ ദൃഢത അവർക്കുണ്ടായിരിക്കും. ഈശോ തമ്പുരാന്റെ മുൻപിൽ നമുക്ക് ശിഷ്യന്മാർ അനുഭവിച്ച അതേ മാനസിക അവസ്ഥയിലൂടെ ഒന്ന് കടന്നു പോകാം. കർത്താവിന് അറിയാമായിരുന്നു തന്നെ ഒറ്റിക്കൊടുക്കുന്നവൻ ആരെന്ന്. എന്നിട്ടും അവനത് പറഞ്ഞില്ല. അതിനു പകരം ഒരു വലിയ ബോംബ് എല്ലാവരുടെയും ഹൃദയത്തിലേക്ക് അവിടുന്ന് ഇട്ടു. ആ നിമിഷവും അവിടുന്ന് ആഗ്രഹിച്ചിട്ടുണ്ടായിരിക്കാം ഒരുപക്ഷെ യൂദാസ് സ്വയം തിരുത്താൻ ആയെങ്കിൽ എന്ത്? തന്നെ ഒറ്റിക്കൊടുക്കാനുള്ളവൻ അത് ഓൾറെഡി ചെയ്തു കഴിഞ്ഞെന്ന് അവിടത്തേക്ക് അറിയാം. എന്നാൽ അത് തനിക്ക് മനസ്സിലായെന്ന് പറയുമ്പോൾ പത്രോസിനെ പോലെ നിസ്സഹായതയുടെ കണ്ണുകൾ ഈശോയുടെ നേരെ ഒന്ന് തിരിച്ച് എന്നോട് ക്ഷമിക്കണേ എന്ന് പറയുമെന്ന് അവൻ വിചാരിച്ചിട്ടുണ്ടാവാം. ജീവിതത്തിൽ പലപ്പോഴും തെറ്റുകൾ സംഭവിക്കുമ്പോൾ, ജീവിത പങ്കാളികളും മക്കളും മരുമക്കളും ഒക്കെ തെറ്റ് ചെയ്യുമ്പോൾ, മാതാപിതാക്കളോട് അല്ലെങ്കിൽ ജീവിത പങ്കാളിയോട് സുഹൃത്തിനോടൊക്കെ തെറ്റുപറ്റിപ്പോയി ഒന്ന് പറയാനുള്ള ആ ഒരു തിരിച്ചുവരവിന്റെ നിമിഷത്തെ യൂദാസ് ഇവിടെ നഷ്ടപ്പെടുത്തുകയാണ്. ഞാനല്ലല്ലോ എന്നെല്ലാവരും ചോദിച്ചപ്പോൾ ഞാനോ എന്ന് ചോദിച്ചിട്ട് അത് നീ തന്നെ എന്ന് പറഞ്ഞിട്ടും അവന് ഈശോയുടെ സന്നിധിയിലേക്ക് ഒന്ന് തിരിയാൻ കഴിഞ്ഞില്ല. നല്ല ഈശോയുടെ മുൻപിലിരുന്ന് യൂദാസിന്റെ ഈ മനോഭാവം ഏതെങ്കിലും ചെറിയ കാര്യത്തിലെങ്കിലും നമ്മുടെ കുടുംബജീവിതത്തിന് തകർച്ചയ്ക്ക് കാരണമായിട്ടുണ്ടോ എന്ന് നമുക്കൊന്ന് ചിന്തിക്കാം. തെറ്റുപറ്റുക സ്വാഭാവികം, അത് തിരുത്തുക ദൈവികമെന്ന് എവിടെയോ വായിച്ചു തോർക്കുന്നു. നമ്മുടെ ജീവിത പങ്കാളികളോട്, നമ്മുടെ ഹൃദയ സൂക്ഷിപ്പുകാരോട്, നമ്മുടെ മക്കളോടാകട്ടെ മാതാപിതാക്കളോടാകട്ടെ നമുക്ക് പറ്റിയ വീഴ്ചകളൊന്ന് ഏറ്റുപറയുമ്പോൾ ദൈവത്തിന്റെ സന്നിധിയിലാണ് നമ്മൾ നിൽക്കുന്നത്. കാരുണ്യവാന്റെ സന്നിധിയിൽ കൂടി നമ്മുടെ തെറ്റുകൾ ഓരോന്നും ഏറ്റുപറഞ്ഞുകൊണ്ട് ഈശോയെങ്കിലേക്ക് തിരിച്ചു നടക്കാനുള്ള ആ കരുണാർദ്ര സ്നേഹത്തിന്റെ കരം നമുക്ക് പിടിക്കാം. ഈശോ നമ്മളെ അനുഗ്രഹിക്കട്ടെ.